എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നമ്മുടെയൊക്കെ വീട്ടിൽ വേസ്റ്റായിട്ട് കളയുന്ന ബിസ്ക്കറ്റിൻ്റെ പാത്രങ്ങൾ ഉപയോഗിച്ച് മനോഹരമായ ഒരു പൂച്ചട്ടികൾ ഉണ്ടാക്കുന്നതാണ്. അതിനായി ആവശ്യമായിട്ടുള്ളത് നമുക്ക് ആദ്യമായിട്ട് 2 ബിസ്ക്കറ്റിൻ്റെയോ ഇതുപോലത്തെ പാത്രങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ ഇത് നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. അതിനായി നമുക്ക് ഇതുപോലെ 2 ബോക്സുകൾ എടുത്തിട്ട് നമുക്ക് പശ വെച്ച് നല്ല രീതിയിൽ ഒട്ടിച്ചെടുക്കേണ്ടതാണ്. നമുക്ക് ഈ ബോക്സ് നല്ലപോലെ ഒട്ടിച്ചെടുക്കുന്നതിനായി ഫ്ലെക്സ് ഗ്ലൂ, അറാൽഡേറ്റ്, ഫെവിക്വിക്ക് എന്നീ പശകളൊക്കെ ഉപയോഗിച്ച് നല്ലപോലെ ഒട്ടിച്ചെടുക്കാം. ഇതിനായി ആദ്യമായി നമുക്ക് ബേസായിട്ട് ഉപയോഗിക്കുന്ന ബോക്സിൻ്റെ അടിഭാഗത്തായിട്ട് ഇതുപോലെ പശ വെച്ച് ഒട്ടിച്ചതിന് ശേഷം നമുക്ക് മോൾ ഭാഗത്തുള്ള ബോക്സ് ഇതിൻ്റെ മുകളിൽ വെച്ച് നല്ലപോലെ ഫിക്സ് ചെയ്തെടുക്കേണ്ടതാണ്. നല്ലപോലെ പശ തേച്ച് കൊടുക്കുകയാണെങ്കിൽ ഇത് ഇളകിപ്പോകാതെ ഇരിക്കാനായി സഹായിക്കുന്നതാണ്. 4 സൈഡിലും ഇതുപോലെ പശ നല്ലപോലെ തേച്ചതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഉണങ്ങാനായി വെക്കാം. നല്ലപോലെ പശ സെറ്റായതിന് ശേഷം മാത്രം അടുത്ത സ്റ്റേജിലേക്ക് നമുക്ക് പോകാം. ഈ പശ സെറ്റാകുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് പേപ്പറുകൾ ഒരു ഡിസൈനിൽ കട്ട് ചെയ്ത് ഇവിടെ ഒട്ടിച്ച് വെക്കാവുന്നതാണ്. ഇങ്ങനെ കട്ട് ചെയ്യുന്നത് നമുക്ക് ഒരു ഡിസൈൻ ഈ പോട്ടിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഡിസൈൻ സെലക്ട് ചെയ്ത് നമുക്ക് ചാർട്ട് പേപ്പറോ സാധാ പേപ്പറോ വെച്ച് ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് ഇതിൽ ഒട്ടിച്ച് നമുക്ക് സെറ്റ് ചെയ്യാം. ഞാനിവിടെ കട്ട് ചെയ്യുന്നത് ഒരു വളഞ്ഞ ഷേപ്പിലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് എടുക്കാവുന്നതാണ്. ഇത് നമുക്ക് ചട്ടിയിൽ ഒട്ടിച്ച് നമുക്ക് പെയിൻറ്റ് ചെയ്യുമ്പോൾ ആ പാറ്റേണിൽ നമ്മുടെ ഡിസൈൻ ചട്ടിയിലേക്ക് വരുന്നതാണ്. അതിനുവേണ്ടിയാണ് ഈ ചട്ടിയുടെ ചുറ്റിനും ഒട്ടിക്കേണ്ട അത്ര എണ്ണം നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടതാണ്. എന്നാൽ മാത്രമേ ഇത് നമുക്ക് ചട്ടിക്ക് ചുറ്റും ഒട്ടിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി നമുക്ക് ഈ ചട്ടിയുടെ സെൻറ്റർ പോർഷനിലൊരു ഹോൾ ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് വെള്ളം കെട്ടി നിൽക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയാണ്. ഇങ്ങനെ ഹോൾ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ബ്ലാക്ക് സ്പ്രേ പെയിൻറ് ഉപയോഗിച്ച് ഫുള്ളായിട്ട് പെയിൻറ് ചെയ്തെടുക്കേണ്ടതാണ്. ഇതിനായി സ്പ്രേ പെയിൻറ് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം നല്ലൊരു ഫിനിഷിങ് കിട്ടുന്നതാണ്. ബ്രഷ് വെച്ച് പെയിൻറ് ചെയ്താൽ ഇത്ര ഫിനിഷിങ് നമുക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല. ഇങ്ങനെ ഫുള്ളായി പെയിൻറ് ചെയ്ത് എടുത്തതിന് ശേഷം അത് അല്പം നേരം ഉണങ്ങാൻ വെക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത് നമ്മളിപ്പോൾ കട്ട് ചെയ്ത് വെച്ച പേപ്പറിൻ്റെ കഷ്ണങ്ങൾ ഇതുപോലെ ചെറിയ സെല്ലോ ടേപ്പോ പശയോ ഉപയോഗിച്ച് ഇളക്കിയെടുക്കാവുന്ന രീതിയിൽ നമുക്ക് ഒട്ടിച്ചെടുക്കേണ്ടതാണ്. നമ്മൾ ഈ കട്ട് ചെയ്ത പീസുകൾ ഒരു ഗ്യാപ്പ് ഇട്ട് ഈ പോട്ടിന് ചുറ്റിനും ഒട്ടിച്ച് സെറ്റ് ചെയ്യേണ്ടതാണ്.
ഇങ്ങനെ നമ്മൾ ഫുള്ളായിട്ട് ഇതിന് ചുറ്റിനും ഒട്ടിച്ചെടുത്തതിന് ശേഷം വേണം ഇനി നമുക്ക് അടുത്ത പെയിൻറ്റിങ് തുടങ്ങാൻ. ഇനി നമുക്കൊരു ബ്ലൂ സ്പ്രേ പെയിൻറ്റ് എടുത്തിട്ട് ഇതുപോലെ ആ ഗ്യാപ്പുകളിൽ സ്പ്രേ പെയിൻറ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതിനുശേഷം ഒരു ക്രീം കളറും നമുക്ക് ഇതിലേക്ക് യൂസ് ചെയ്യാം. അങ്ങനെ 2-3 ഡിഫറെൻറ്റ് കളേഴ്സ് വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ സ്പ്രേ പെയിൻറ്റ് ചെയ്തെടുക്കാം. അത് നിങ്ങളുടെ താല്പര്യമനുസരിച്ച് എത്ര കളർ വേണം, എന്ത് കളർ വേണം എന്ന് നോക്കി സ്പ്രേ പെയിൻറ്റ് ഉപയോഗിച്ച് ഇതുപോലെ ഗ്യാപ്പുകൾ ഫില്ല് ചെയ്യേണ്ടതാണ്. ഇങ്ങനെ നമ്മൾ ഈ ചട്ടിക്ക് മുഴുവനായി ചുറ്റിനും സ്പ്രേ പെയിൻറ്റ് ചെയ്ത് ഗ്യാപ്പുകളെല്ലാം ഫില്ല് ചെയ്യേണ്ടതാണ്. ഇങ്ങനെ നമ്മളെല്ലാം പെയിൻറ്റിങ് എല്ലാം ചെയ്ത ശേഷം നമുക്കിനി ഈ പേപ്പർ പീസുകൾ നമ്മൾക്ക് ഇളക്കി മാറ്റാവുന്നതാണ്. ഓരോ പേപ്പർ കഷ്ണവും നമ്മളിങ്ങനെ ഇളക്കി മാറ്റി നല്ലൊരു ഡിസൈനിലേക്ക് എത്തുന്നത് നമുക്ക് വ്യക്തമായി കാണാം. അങ്ങനെ നമ്മൾ മനോഹരമായ വീട്ടിൽ വേസ്റ്റായിട്ട് കിടന്ന ഒരു പാത്രം വെച്ച് ഒരു ചട്ടി സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായ ചെടി എന്താണെന്ന് വെച്ചാൽ നട്ട് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും യൂസ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.